നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഗീവർഗീസ് വേദയുടെയും വിക്രത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇവിടെ അടുത്ത് കൈതമുക്കിലൊരു വീടുണ്ട്, തേയിലത്തോട്ടത്തിന് നടുവില. അപ്പം ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദ ചോദിച്ചു, കുറച്ച് ദൂരെയാണെന്ന് ചോദിച്ചു. ഒത്തിരി ദൂരെയൊന്നുമല്ല, ഇവിടെ അടുത്തായിട്ട് തന്നെയാണ്. ഇവിടെ സിസ്റ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് താമസിക്കുന്നതാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം കുറച്ച് നാളായി അവിടെ ആരും വന്ന് താമസിക്കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. സാരമില്ല, ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അത് മതി ഏട്ടാ, ഞങ്ങൾക്ക് അത്ര നേരം ധാരാളമാണെന്ന് പറഞ്ഞു. പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന സമയത്ത് വിക്രം പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ജോലിയില്ലാതെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സമയം വേദ പറഞ്ഞു, അല്ല വിക്രം, അതിന് വിക്രത്തിന് അങ്ങനത്തെ ജോലിയൊന്നും അറിയത്തില്ല, ആകെപ്പാടെ അറിയാവുന്ന വർക്ക്ഷോപ്പ് പണിയല്ലേ. അപ്പോഴേക്കും ഗിർവേഴ്സ് പറഞ്ഞു, നോക്കട്ടെ, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ പള്ളിപ്പറമ്പിൽ പണിയാനായിട്ട് ആളെ വേണം. ഒരു കാര്യം ചെയ്യുക, അവരോടൊപ്പം കൂടിക്കോളാൻ പറഞ്ഞു. വിക്രം പറഞ്ഞു, എന്നാലും പ്രശ്നമില്ല. പക്ഷെ വിക്രത്തിനതൊന്നും അത്ര ഭാഷ ഉള്ള കാര്യമായിരുന്നില്ല. വീട്ടിലായിരുന്ന സമയത്ത് മാഷ് പറമ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വിക്രം ആ കൂടെ പോകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വേദ വന്നതിന് ശേഷം വേദ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് മാഷിനോടൊപ്പം പോകുന്നത് പോലും. അങ്ങനെ ഒടുവിൽ അവരെ കൈതമുക്കിലുള്ള വീടിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. പിന്നീട് ഗിർവറസ് പോയി വീടൊക്കെ തുറന്ന് കാണിക്കുകയാണ്. വിക്രത്തെയും വേദ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വേദ പറഞ്ഞു, ഇത് മതിയേട്ടാ, ഇത് തന്നെ ധാരാളം വന്നു പറഞ്ഞു. ആ സമയത്തെല്ലാം വല്ലാതെ പേടിച്ചരണ്ട ഭാവത്തിലായിരുന്നു അനിയൻകുട്ടനാണെങ്കിലോ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെപ്രാളവാ, ഭയങ്കര ടെൻഷൻ കയറും, പേടിച്ചരണ്ടിങ്ങനെ അവരെന്നെ കൊല്ലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അനിയൻകുട്ടൻ്റെ ഈ ചേഷ്ടകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീർവറിസ് പറഞ്ഞു, അല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സജീവന്. അത് കേട്ടപ്പം വേദ വിക്രത്തെ ഒന്ന് നോക്കുകയാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ആപത്തും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നിങ്ങളെ അന്വേഷിച്ച് ആരും വരാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എൻ്റെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ ചോദിച്ചു, അല്ല, ഇവിടെ ഫുഡൊക്കെ പാകം ചെയ്യാനായിട്ട് അതിനുള്ള ഗ്യാസും കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളും അതൊക്കെ മേടിക്കണം. ഒരു കാര്യം ചെയ്യാം, അതൊക്കെ ഞാൻ മേടിച്ചുകൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല, ഞാനും കൂടെ വരാം. വേണ്ട, ഇവിടെ നിൽക്കി പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും വിക്രം കുറച്ച് പൈസ എടുത്ത് നീട്ടുവാണ് ഗീർവറിസിന്. അപ്പോഴേക്കും ഗീർവറിസ് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൈസയൊന്നും ഇപ്പം തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സജീവൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതല്ലേ, അപ്പം എനിക്കത് നടത്തി തരാതിരിക്കാൻ പറ്റുമോ ചോദിച്ചു. അതുകൊണ്ടാന്ന് പറഞ്ഞു. പിന്നീട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് കുറേ പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞത് അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വേദയും വിക്രമൊക്കെ നന്ദി പറയുന്നുണ്ട്. ഈ സമയത്ത് ഗീർവറീസിനെ നോക്കിയിട്ട് അനിയൻകുട്ടൻ പറഞ്ഞു, ഇവരെന്നെ കൊല്ലുമെന്നും പറഞ്ഞിട്ട് കിടന്ന് പൊലിമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതെ ചേട്ടൻ അത് കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവനെ പേടി കൊണ്ടുണ്ടായതാന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് സമയം പോലെ നമുക്ക് മൈക്കിളച്ചനെ ഒന്ന് കാണിച്ചു വെക്കാം. ഒരുപക്ഷെ ആ മൈക്കിളച്ചന് ഇതുപോലെ പേടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കൊരു ആശ്വാസമായി. പിന്നീട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോവാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അനിയൻകുട്ടനെ വിളിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, അനിയൻകുട്ടൻ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ആ സമയത്ത് അനിയൻകുട്ടി പേടിയോടെ ചുറ്റും നോക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, ഞങ്ങളല്ലേ ഉള്ളേ, ഒരു കാര്യം ചെയ്യുക, ഇവിടെ കിടന്നോളാനും പറഞ്ഞുകൊണ്ട് ആ കട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ട് അനിയൻകുട്ടനെ പിടിച്ച് കിടത്തുവാണ്. അനിയൻകുട്ടൻ ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ഭാവമായിരുന്നു. ഈ സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തേലും വെക്കാന്ന് പറഞ്ഞു. ചോറും കറിയൊക്കെ ഉണ്ടാക്കണമല്ലോ. ആ സമയം വിക്രം പറഞ്ഞു, വേണ്ട, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചോറും കറിയൊക്കെ വെക്കുക. കാരണം അനിയൻകുട്ടനും കൊടുക്കണം. അവർ രണ്ടുപേരും തനിച്ചുള്ള കുഴപ്പമില്ല, പക്ഷെ അനിയൻകുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമല്ലോ. അതേ സമയത്ത് വിശ്വത്തിൻ്റെ ഫോണിലേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് കമലയോടും അതുപോലെ തന്നെ മാഷിനോടും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വ ഒന്നും ഞെട്ടിപ്പോയി. മുമ്പ് ഇതുപോലെ താനും വിനയേട്ടനും ഒക്കെ ഒന്ന് പോയതാണ്. അന്ന് നല്ലവണ്ണം ഇടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴും വിശ്വം മറന്നിട്ടൊന്നുമില്ല. അങ്ങനെ അവർ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വ ശ്രീജയുടെ അടുത്ത് എന്നിട്ട് ശ്രീജയോട് കാര്യങ്ങൾ പറയണം. ശ്രീജ അച്ഛനോടും അമ്മയോടും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകെപ്പാടെ എനിക്കൊരു ഭയം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ശ്രീജ ചോദിച്ചു,
പ്രശ്നമാവോ വിശേട്ടാ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു മുൻകൂർ ജാമ്യം എന്തെങ്കിലും എടുത്താലോ? അല്ല, എന്നാന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യം എടുക്കണേ. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അത് ശരിയാ, എനിക്ക് പേടിയുണ്ട്. ഇനിയിപ്പോൾ വിക്രം എവിടെയാന്ന് ചോദിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാനാണോ വിളിപ്പിച്ചിരിക്കുന്നത്? അതൊരു പേടിയുള്ള കാര്യമാണെന്ന് പറഞ്ഞു. സാരമില്ല, ടെൻഷൻ അടിക്കാതിരിക്കുക, അവർ പോയിട്ട് വരട്ടെ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രീജയും വിശ്വം കൂടെ മാഷിൻ്റെയും കപ്പലയുടെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് വിശ്വം വന്നിട്ട് പറഞ്ഞു, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താടാ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോടും അമ്മയോടും കൂടെ സ്റ്റേഷൻ വരുമെന്ന് ചെല്ലാൻ പറഞ്ഞു. സ്റ്റേഷനിലേക്കോ? അതിനെന്തിനാടാ ഇപ്പം സ്റ്റേഷനിലേക്ക് പോകുന്നത്? ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. ശരിയാ അച്ഛാ, ഒരുപക്ഷെ വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞേ, വേണ്ട, ഞാനും കമലയും കൂടെ പോയിക്കോളാം, ഞങ്ങളെയല്ലേ വിളിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ഈ വീട്ടിലുണ്ടായിരിക്കണം, ഞങ്ങൾ പോയിട്ട് വരാം. അതും പറഞ്ഞിട്ട് കമലയോട് പറഞ്ഞു. കമല റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ കമലയും കൂട്ടിക്കൊണ്ട് മാഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ശ്രീനിവാസിൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജീവന്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഒരു പക്ഷേങ്കിൽ ആ CIക്കും ഇതിനകത്ത് പങ്ക് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും രാജനെയും അതുപോലെ ജോസഫിനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോലും ഹാജരാക്കാത്തെ. പോലീസ് സ്റ്റേഷനിൽ പോലും അവർ എത്തിയിട്ടില്ലെങ്കിൽ ഏതോ ഒരു ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഒരു പക്ഷേ വരുണിനെയും അതുപോലെ തന്നെ പുളിക്കനെ കൊന്ന ഗുണ്ടകളൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ, അവന്മാരായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സജീവൻ പറഞ്ഞു, അത് തോന്നുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സജീവനോട് പറഞ്ഞ്, ധൈര്യമായിട്ടിരിക്കുക, അവർക്കൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ഞാൻ വേണ്ടതുപോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നീട് വാസവനെ വിളിക്കുകയാണ്. വാസവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു വൻ ശക്തിയുണ്ട്. അവർ രാജനെ ജോസഫിനെയൊക്കെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുമില്ല. അപ്പോൾ CI വന്നാണ് അറസ്റ്റ് ചെയ്തിട്ട് പോയെന്ന് അറിയാൻ കഴിഞ്ഞേ. ഒരു പക്ഷേ അയാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും, അയാൾക്കും അറിയായിരിക്കും ഈ പറയുന്ന പുളിക്കനെ ഇല്ലാതാക്കിയത് ആരാന്നുള്ള കാര്യങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ വാസവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, എൻ്റെ മകനെ കൊന്ന ഒരു പക്ഷെ അയാൾക്കും ആരാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ വാസവൻ പറഞ്ഞു. ഇതേ സമയത്ത് കമലയും മാഷും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് CI എവിടെ ഉണ്ടായിരുന്നു. CI ഇറങ്ങുന്നു. മാഷോ കയറി വാ. അല്ല എന്താ സാറേ, സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞേ? അതോ, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ എൻ്റെ മാഷെ. ചോദിച്ചറിയാനോ? അതെ, വീട്ടിലേക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ സത്യം പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ. പിന്നീട് അവിടെ നിന്ന് വനിതാ പോലീസുകാരോട് പറഞ്ഞു, ദേ ഇവരകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല ചോദിച്ചു, എന്താ സാറേ, സാറിന് എന്താ ചോദിക്കാനുള്ളത്? ചോദിക്കുക, ഞാൻ പറയാമെന്ന് പറഞ്ഞു. വിക്രം എവിടെയുണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല സാറേ, എനിക്ക് മാഷിനൊന്നും അറിയില്ല, സത്യം പറയണം, വിക്രം എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടാതിരിക്കില്ല എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് എങ്ങനെയാ സാറേ ഞാൻ പറയണേ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയണ്ട മാഷേന്ന് പറഞ്ഞു. സാറേ അറിയത്തില്ല എന്നിട്ടാ, അറിയാമെങ്കിൽ അറിയാൻ തന്നെ പറയത്തില്ലെന്ന് ചോദിച്ചു. നേരെ ചൊവ്വേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? പിന്നീട് വനിതാ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ചോദിക്കേണ്ട രീതിയിൽ അവരെ അകത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കമലയും കൊണ്ട് അവരകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മാഷ് കമലയെ വിളിച്ചിട്ട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരുന്നു, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മാഷ് ധൈര്യം കൊടുക്കുന്നുണ്ട് കമലയ്ക്ക്. പക്ഷെ കമലയ്ക്ക് നല്ല പേടിയായിരുന്നു, എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് മാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കമലയുടെ മുന്നിൽ ഭാവപ്രകടനങ്ങളൊന്നും കാണിക്കാതിരുന്ന ഒരു പക്ഷേ വിശുദ്ധയും വിനായകനെയൊക്കെ ഉപദ്രവിച്ചാലേ കമലയെ ഉപദ്രവിക്കുമോ? അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, പക്ഷേങ്കിൽ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലോ എന്നൊരു ചിന്തയ്ക്കായിരുന്നു മാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ. ഈ സമയത്ത് കമലയോട് PC ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വിക്രോടെ വന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ കമല പറഞ്ഞു, ഇല്ല എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞേ. അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് കമല എങ്ങനെയാണ് പറയണേ? ഈ സമയത്ത് മാഷ് ആകെപ്പാടെ വെപ്രാളപ്പെട്ട് പുറത്തിരിക്കുക. കുറേ സമയം കമലയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് ഇതുവരെയായിട്ടും മുളന്നിട്ടില്ല. അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മാഷിനുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു കാർ അവിടെ വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് വാസവൻ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. വാസവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് ഞെട്ടി മാഷ്. ഇനിയിപ്പം ഇയാൾ പറഞ്ഞിട്ടാണോ തങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ വാസവൻ അങ്ങോട്ട് വന്നിട്ട് മാഷിനെ നോക്കിയിട്ട് എന്താ മാഷി ഇവിടെയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ വിക്രത്തിനെ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുക എന്നെയും കമലെ.
എന്നിട്ട് കമലയെ ചോദ്യം ചെയ്യാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. മാഷു പേടിക്കൊന്നും വേണ്ട, ഞാനൊന്ന് അകത്ത് കയറി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. മാഷിന് അത്ഭുതമായിരുന്നു. ഇന്നലെ വരെ തന്നെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ തനിക്ക് നേരെ കൈ ഒങ്ങിയവനാണ് ഇന്നാണ്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് പെരുമാറുന്നു. അങ്ങനെ ഒടുവിൽ വാസാൻ അങ്ങ് ചെന്ന് സിയെ കാണുവാണ്. സിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സത്യം പറ, നിങ്ങൾ എവിടെയാണ് ജോസഫിനെയും രാജേട്ടനെയൊക്കെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. എന്തൊക്കെയാ വാസു സാറേ പറയണമെന്ന് ചോദിച്ചു. വെറുതെ എൻ്റെ അടുത്ത് ഊടായ്പ കാണിക്കരുത്, സത്യം പറയാൻ നിങ്ങൾക്ക് നല്ലത്. പിന്നെ നിങ്ങൾ എന്തിനാ ആ മാഷിന്റെ ഭാര്യ ഇവിടെ പിടിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അയ്യോ, പിടിച്ചു വെച്ചൊന്നുമല്ല, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, ചോദ്യം അധികമൊന്നും ചെയ്യണ്ട, അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ സാറേ, തൻ്റെ തലയിലെ തൊപ്പി കാണത്തില്ല, പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയില്ല സിഐക്ക്. സി ആകെപ്പാടെ പെട്ടുപോയി. എന്താണെങ്കിലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും വാസുവിനെ അവരെ രക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം വാസുവിന് മനസ്സിലായി വിക്രം അല്ലെ ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവരെ കണ്ടെത്താനുള്ള തന്ത്രപ്പാടിലാണ്. തൻ്റെ മകന്റെ കൊലയാളി ആരാണെങ്കിലും പുറത്ത് വന്നേ മതിയാവുള്ളൂ. അതോടൊപ്പം തന്നെ സിഐക്ക് പങ്കുണ്ടെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.